ഞാൻ സത്യസന്ധമായി പറയുകയാണ്, ഞാൻ വീണ്ടും ജനിച്ചതിന് ശേഷവും അനേക വർഷം ഞാനിങ്ങനെ ആയിരുന്നില്ല. കാരണം ഒന്നാമതായിട്ട് ദൈവത്തിനത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. രണ്ടാമത് ഞാൻ ചുറ്റും നോക്കിയപ്പം അനേക ക്രിസ്ത്യാനികളും ഇതുപോലെയാണ് ജീവിക്കുന്നത്. പലപ്പോഴും അവർ പരാതിപ്പെടുകയും പിറുപിറുക്കുകയും മറ്റുള്ളവരെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നത് കണ്ടപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലെ ആയിരിക്കും ക്രിസ്ത്യ ജീവിതമെന്ന്. എന്നാൽ ദൈവവചനം പറയുന്ന ക്രിസ്ത്യ ജീവിതം ഇതെല്ലാം ഞാൻ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞ കർത്താവെ, വചനത്തിൽ പറയുന്ന ഈ ജീവിതമാണ് എനിക്ക് വേണ്ടി. ഒരിക്കലും ഒരു മോശം മനോഭാവത്തോടെ ഇരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് സാധ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കർത്താവെ, ഇതെനിക്ക് വേണം. എനിക്ക് രോഗമുണ്ടായിരിക്കാം, വേദന ഉണ്ടായിരിക്കാം, പല പരീക്ഷകളിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ടായിരിക്കാം, മനുഷ്യൻ്റെ എതിർപ്പുകൾ. എന്നാലും എനിക്ക് മോശം മനോഭാവത്തോടെ ഇരിക്കേണ്ട. ഒരിക്കലും ഒരിക്കലും ഒരിക്കലും. സഹോദരിമാരെ, ഇങ്ങനെയെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം എന്തായിരിക്കും? എല്ലാ ദിവസവും ഭാര്യയും ഭർത്താവും ഈ നല്ല മനോഭാവത്തോടെ ആയിരിക്കുന്നെങ്കിൽ, ഒരിക്കലും ഒരു മോശം മനോഭാവത്തോടെ ഇരിക്കുന്നില്ലെങ്കിൽ, ഇങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് അനേകരും വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ ജീവിക്കാൻ കഴിയില്ലെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ദൈവം പറയുന്നത് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കുമെന്നാണ്. നിങ്ങൾക്കിത് അസാധ്യമായിരിക്കും. എന്നാൽ ഇത് സാധ്യമാണെന്ന് വിശ്വസിക്കുന്ന മറ്റേ ആൾ, അവനോടും ദൈവം പറയും, നിൻ്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. അവനത് സാധ്യമാകും. ഇത് വിശ്വസിക്കാനാണ് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നതല്ല, ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ആത്മ നിറവുള്ളവനായിരിക്കുക. നിങ്ങളെല്ലായ്പ്പോഴും സന്തുഷ്ടനായിരിക്കും. ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ ഭവനത്തിൽ എത്ര വ്യത്യാസം കൊണ്ടുവരാൻ കഴിയും? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത് എത്ര വ്യത്യാസം കൊണ്ടുവരും? അവരുടെ അപ്പനും അമ്മയും ഒരിക്കൽ പോലും കോപത്തോടെ ശബ്ദം ഉയർത്തി സംസാരിക്കാതിരിക്കുന്നത് കാണുമ്പോൾ പല പ്രശ്നങ്ങളും ആ വീട്ടിൽ കാണാം. എന്നാൽ അവർ കർത്താവിനെ വിശ്വസിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വളരെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങളുടെ മക്കളെ ഈ കാര്യം പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നമായിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നാൽ അതിനൊരു പരിഹാരമുണ്ട്. ഞാൻ ഓർക്കുന്ന ബാംഗ്ലൂരിലുണ്ടായിരുന്ന വളരെ ദരിദ്രമായിട്ടുള്ളൊരു കുടുംബത്തെ പറ്റി. വിശ്വാസികളാണ്. അവർക്ക് നല്ല ഭക്ഷണം വാങ്ങാനായിട്ട് കഴിയില്ല എന്ന് ഒരിക്കൽ അവരുടെ ഒരു മകൻ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് ഇച്ചിരി മീൻ കഴിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. മീൻ കഴിച്ചിട്ട് എത്രയോ നാളുകളായി. അവൻ്റെ അമ്മ പറഞ്ഞു, നീ എന്തുകൊണ്ട് ദൈവത്തോട് ചോദിക്കുന്നില്ല? മീൻ തരാനായിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാലോ? നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അന്നാരോ മീൻ വാങ്ങി അവരുടെ വീട്ടിലേക്ക് വന്നു. ദൈവം അങ്ങനെയുള്ള കാര്യം ചെയ്യുമോ? തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത് ചെയ്യും. ചിന്തിച്ചു നോക്കിയാൽ ആ കുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ആ ഒരു കൊച്ചു കാര്യം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർ മറന്നു കാണില്ല. ഒരിക്കൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ കാര്യം, ഒരു മീൻ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചപ്പോൾ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു. ദൈവവചനത്തിൽ ഞങ്ങൾ വായിച്ചിട്ടുള്ളതുപോലെ ദൈവം ആ കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. നാം ആത്മാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ ഓരോ ദിവസവും ദൈവവചനത്തിൽ നിന്ന് നാം കേൾക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് അതിലൂടെ നമ്മളോട് സംസാരിക്കും. അങ്ങനെയാണ് യേശു ജീവിച്ചത്. യെശയ്യാവ് 50-ാം അധ്യായത്തിൽ ഞാൻ ഒരു വാക്യം നിങ്ങളെ കാണിക്കാം. ഓരോ ദിവസവും യേശു ജീവിച്ച ഇങ്ങനെയാണ്. യെശയ്യാവ് 50-ലേക്ക് നമുക്ക് പോകാം. എല്ലാ ദിവസവും നാം നമ്മുടെ നാക്ക് ഉപയോഗിക്കും. എന്നും നാം ഉപയോഗിക്കുന്ന ശരീരത്തിലെ ഒരു അവയവമാണ്. രോഗിയായി നാം കിടക്കയിലായാൽ പോലും. ഇവിടെ യേശുവിനെ പറ്റി നാം വായിക്കുന്നത് 4-ാമത്തെ വാക്യം, കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ഈ നാവ് കൊണ്ട് എനിക്ക് മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാൻ കഴിയും. തളർന്നിരിക്കുന്നതിന് ഒരു വാക്കുകൊണ്ട്. ഇതെങ്ങനെയാണ് കിട്ടുന്നത്? അതിൻ്റെ അവസാന ഭാഗത്ത് അനേക വർഷങ്ങളായിട്ട് ഈ വാക്യം എൻ്റെ ഹൃദയത്തിൽ വരാറുണ്ട്. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ തന്നെ എന്നോട് ഇതാരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അനേക വർഷങ്ങൾ ഞാനിത് മനസ്സിലാക്കിയില്ല. അനേക വർഷങ്ങളായിട്ട് ഞാനിത് ഗൗരവത്തിലെടുക്കുന്നു. ഞാൻ രാവിലെ തോറും ഉണരുന്നത് എൻ്റെ സ്വർഗീയ പിതാവ് എന്നെ ഉണർത്തുന്നതാണ്. അങ്ങനെ രാവിലെ ഞാൻ ഉണരുമ്പം ആ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് അവൻ എൻ്റെ ചെവിയെ ഉണർത്തുന്നു. എൻ്റെ ഹൃദയത്തിൽ ഒരു ചെവിയുണ്ട്. പുറമേ കാണുന്ന ഈ ചെവിയല്ല. ഈ പുറമേ കാണുന്ന ചെവി പോലെ എൻ്റെ ഹൃദയത്തിലെ ചെവിക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയും. അങ്ങനെ എന്നെ അവൻ രാവിലെ ഉണർത്തുമ്പോൾ, ഇത് യേശു തന്നെ പറയുന്നതാണ്, എൻ്റെ പിതാവ് എന്നെ രാവിലെ ഉണർത്തുന്നു, അപ്പം കേൾക്കാനായിട്ട് അവൻ എൻ്റെ ചെവിയെ ഉണർത്തുന്നു.
ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഞാൻ ഉണർന്നാൽ ഉടനെ തന്നെ ആ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കയില്ല. ഞാൻ പറയും, ഡാഡി നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കത് കേൾക്കണം. ഞാൻ ചിന്തിക്കുന്നു, അനേക വിശ്വാസികളുടെ പ്രാർത്ഥനാ ജീവിതവും യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ചിലപ്പം ദീർഘനേരം യേശു പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അത് യേശു സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ല, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്നു, യേശു കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കേൾക്കേണ്ടതിനെ അവൻ എൻ്റെ ചെവിയെ ഉണർത്തുന്നു. അതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നാം ആത്മാവ് കൊണ്ട് നിറഞ്ഞാൽ ദൈവം നമ്മളോട് സംസാരിക്കുന്ന നമുക്ക് കേൾക്കാൻ കഴിയും. നിങ്ങളെ എല്ലാവരെയും കുഞ്ഞുങ്ങളെപ്പോലെ ഞാൻ ഉത്സാഹിപ്പിക്കുന്നത്, ആത്മാവ് കൊണ്ട് നിറയ്ക്കാനായിട്ട് നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുക. ദൈവം സംസാരിക്കുന്ന കേൾക്കുന്ന ഒരു ചെവി നിങ്ങൾക്ക് ലഭിക്കേണ്ടതിനായിട്ട്. ഇതുതന്നെയാണ് വേദപുസ്തകത്തിൻ്റെ ആദ്യ താളുകൾ മറിക്കുമ്പം നാം കാണുന്ന കാര്യം. അവിടെ 1-ാം ദിവസം ദൈവം സംസാരിക്കുന്നു, 2-ാം ദിവസം, 3-ാം ദിവസം ദൈവം സംസാരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും അവിടെ സംഭവിക്കുന്നുണ്ട്. നമ്മളോടും എല്ലാ ദിവസവും ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. രാവിലെ തോറും അവൻ എന്നെ ഉണർത്തുന്നു. എല്ലാ ദിവസവും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ പോലെ എല്ലാ ദിവസവും ദൈവം എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. രാവിലെ ദൈവം എന്നെ ഉണർത്തുന്നു, എന്തോ സംഭവിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ പോലെ 2-ാം ദിവസവും അവൻ എന്നെ ഉണർത്തുന്നു, ചിലതെന്നോട് പറയുന്നു, ചിലത് സംഭവിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം നടത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. പുറത്തെന്തോ അത്ഭുതകരമായ കാര്യം സംഭവിച്ചു എന്നല്ല, എൻ്റെ ഉള്ളിലെന്തോ സംഭവിച്ചു. ആ ദിവസം ഞാൻ കടന്നു പോകാൻ കഴിയുന്ന ഏതോ പരീക്ഷയെ ജയിക്കാനുള്ള ശക്തി എൻ്റെ ഉള്ളിൽ തന്നു. ആ ശക്തി എനിക്ക് ലഭിച്ചതുകൊണ്ട് ഞാൻ അതിൽ കൂടെ പോയപ്പോൾ ഞാൻ നിരാശപ്പെട്ടില്ല. ഞാനവിടെ യേശുവിനെ നോക്കിയപ്പം വചനം പറയുന്ന പോലെ എൻ്റെ മുഖം പ്രകാശിതമായി. ഞാൻ അവൻ്റെ ശബ്ദം കേട്ടപ്പം എൻ്റെ ഹൃദയത്തിൽ ശക്തി ലഭിച്ചു. അതുകൊണ്ട് ഞാൻ പൂർണ്ണ സ്വതന്ത്രനായി. ആ മോശം മനോഭാവത്തിൽ നിന്ന് അനേക നാളുകൾക്ക് മുമ്പ് ഞാനൊരു തീരുമാനമെടുത്തു. എനിക്കൊരിക്കലും ഒരു മോശം മനോഭാവത്തോടുകൂടെ ആയിരിക്കണ്ട, ഒരിക്കൽ പോലും. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, അതിനുവേണ്ടി 10 കൊല്ലം എടുത്താലും നിങ്ങൾ അവിടെ തന്നെ എത്തിച്ചേരണം. കർത്താവിനോട് പറയുക, അവിടുത്തെ ആത്മാവ് കൊണ്ട് എന്നെ നിറച്ച് ഞങ്ങളുടെ ആത്മാവിൽ പ്രകാശമുള്ളവരാക്കി ഞങ്ങളെ തീർക്കണേ എന്ന്. രാവിലെ തോറും അവൻ എൻ്റെ ചെവിയെ ഉണർത്തി എന്നോട് സംസാരിക്കുന്നു. അവൻ എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് ദൈവവചനം ലഭിക്കും. അവനെനിക്കൊരു ശിഷ്യൻ്റെ നാവ് തന്നതുകൊണ്ട് അന്ന് ഞാൻ കണ്ടുമുട്ടുന്ന ഒരാളെ എനിക്ക് ഉത്സാഹിപ്പിക്കാനായിട്ട് കഴിയും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹ വിഷയമാകും. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു ലക്ഷണമാണത്. മറ്റുള്ളവർക്ക് നാം ഒരു അനുഗ്രഹമാകും.